നമുക്ക് കാത്തിരുന്ന് കാണാം. അരുണിലേക്ക് നമുക്ക് എത്താൻ മലപ്പുറത്തേക്ക് വീണ്ടും പോവുകയാണ്. അഷ്കറെ, LDF UDF റാലികൾ സംഗമിച്ചു ഒരു സ്ഥലത്തെത്തിയിരിക്കുന്നു. അതൊരു തർക്കത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അഷ്കർ, അവിടെ ഒരു ബഹളത്തിലേക്ക് എത്തിയോ കാര്യങ്ങൾ? ഞാൻ മനസ്സിലാക്കുന്ന LDF റാലിയുള്ള സ്ഥലത്തേക്ക് UDFിന്റെയും റാലി എത്തി, ലീഗിന്റെയും റാലി എത്തിയപ്പോൾ അതൊരു തർക്കത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വാഹനം മുറിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിയൊരു വാക്കുതർക്കമുണ്ട്. പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് LDFിൻ്റെയും മറുഭാഗത്ത് UDFിൻ്റെയും രണ്ട് വിഭാഗത്തിൻ്റെയും പ്രകടനങ്ങൾ ഒരുമിച്ചെത്തുകയായിരുന്നു. ഇത് പൂക്കോട്ടൂർ പഞ്ചായത്തിലെ വാർഡ് 8 പള്ളിമുക്കിലാണ് ഇത്തരത്തിൽ രണ്ട് വിഭാഗം ഒരുമിച്ച് കൊട്ടിക്കലാശം നടത്താൻ തീരുമാനിച്ചത്. മറ്റിടങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടാണ് കൊട്ടിക്കലാശം നടത്തുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് നടത്താൻ തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ സൗഹൃദപരമായി പോയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശമായിരുന്നു. ഇപ്പോൾ വാഹനം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുന്നത്. അത് നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ആവേശമാണ്. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് വലിയ ആവേശം നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ തമ്മിൽ ചെറിയ കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. വിനീത, വാഹനങ്ങൾ പ്രവർത്തകർ തമ്മിൽ ഒന്നും തള്ളും കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അഥവാ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി UDFിൻ്റെ സ്ഥാനാർത്ഥി വന്ന പ്രചാരണ വാഹനം ഇടതുപക്ഷ പ്രവർത്തകർ തടയുന്നു. അവർ പറയുന്നത് മറുഭാഗത്ത് LDFിൻ്റെ പ്രവർത്തകരാണുള്ളത്. രണ്ട് ഭാഗത്തായി കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പരസ്പരം ഒരു വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ ഇവിടെ സംഘടിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനം മറുഭാഗത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് UDFിൻ്റെ പ്രവർത്തകർ പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് LDFിൻ്റെ പ്രവർത്തകർ പറയുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ രണ്ട് വിഭാഗം തമ്മിൽ ഇത്തരത്തിലൊരു ഒന്നും തള്ളും ഉണ്ടാകുന്നത്. വാഹനം അവിടെ തന്നെ നിർത്തണം എന്നുള്ളതാണ്, വാഹനം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ളത് LDFിൻ്റെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്നു, വലിയ കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്നു. രണ്ട് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയിൽ ഏർപ്പെടുന്ന സാഹചര്യമാണുള്ളത്. രണ്ട് പ്രവർത്തകർ തമ്മിൽ തന്നെ LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയിൽ ഏർപ്പെടുന്ന സാഹചര്യം. പ്രത്യേകിച്ച് ചെറിയ വാർഡ് തല പ്രോഗ്രാമായതുകൊണ്ട് പോലീസ് മറ്റോ ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർക്ക് കയ്യാങ്കളിയിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. UDFിൻ്റെ പ്രചാരണ വാഹനം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വാഹന റാലി മുന്നോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മലപ്പുറം പൂക്കോട്ടൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. LDF UDF പ്രവർത്തകർ തമ്മിൽ അതൊരു വാക്കുതർക്കത്തിലേക്കും മുണ്ടും തള്ളിലേക്കും ഒക്കെ സംഘർഷാവസ്ഥയിലേക്കൊക്കെ എത്തുകയാണോ എന്നതാണ് ഇപ്പോൾ. ഏതായാലും പ്രവർത്തകർ തമ്മിൽ ഒന്നും തള്ളുമുണ്ട്. UDFിൻ്റെ പ്രചാരണ വാഹനം LDFിൻ്റെ പ്രചാരണം നടക്കുന്ന സ്ഥലത്തു കൂടി അങ്ങോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. ഏതായാലും ഒന്നും തള്ളിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അഷ്കറാണ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂക്കോട്ടൂരിലെ കാഴ്ചയാണ്. കൊട്ടിക്കലാശത്തിനിടെ അതിന് തൊട്ട് മുൻപ് തന്നെ ഇപ്പോഴത്തെ തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂക്കോട്ടൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കറിയാവുന്ന പോലെ അതൊരു പ്രാദേശിക കൊട്ടിക്കലാശമൊക്കെ ആയതുകൊണ്ട് അവിടെ പോലീസിൻ്റെ സാന്നിധ്യം നിലവിലില്ല. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ആളുകളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ കയ്യാങ്കളിയിലേക്ക് എത്തുകയാണല്ലേ അഷ്കർ? പ്രവർത്തകർ തമ്മിൽ വാക്യത്തിൽ കയ്യാങ്കളിലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് പൂക്കോട്ടൂരിലത്. എന്നാൽ